പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്നും കേരളത്തിലെ സാധാരണക്കാരനെ മാനിക്കുന്ന ഒരു വിധിയെക്കുറിച്ച് ഇനി പറയാം. വിഷയം പുരപ്പുറ സോളാർ പദ്ധതിയാണ്. ഈ പുരപ്പുറ സോളാർ ഉത്പാദകർക്ക് തീർത്തും ഹാനികരമായ വ്യവസ്ഥകൾ അടങ്ങിയ പുനരുപയോഗ ഊർജ ചട്ടം നടപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ച റെഗുലേറ്ററി കമ്മീഷന് കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയ വാർത്തയാണ് പറയാനുള്ളത്. വൈദ്യുതിയുടെ ബില്ലിംഗ് രീതിയിൽ മാറ്റം വരുത്തുന്നത് ഉൾപ്പെടെ പുരപ്പുറ സോളാർ ചട്ടത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് തെളിവെടുപ്പ് നടത്താതെ അതൊരു ചടങ്ങ് പോലെ ഓൺലൈനായി മാത്രം നടത്തി രക്ഷപ്പെടാൻ നോക്കിയ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് സുപ്രീം കോടതിയിൽ നിന്നാണ് വൻ തിരിച്ചടി ലഭിച്ചത്. ഇക്കഴിഞ്ഞ ജൂണിൽ 6 ദിവസങ്ങളിലായി ഓൺലൈനിലൂടെയാണ് റെഗുലേറ്ററി കമ്മീഷൻ ഒരു ചടങ്ങ് പോലെ ആ തെളിവെടുപ്പ് അങ്ങ് നടത്തി തീർത്തത്. ഉപഭോക്താക്കളുടെ നേരിട്ടുള്ള വൻ പ്രതിഷേധം ഒഴിവാക്കാനായിരുന്നു ഇത്. എന്നാൽ കമ്മീഷൻ ഇതേക്കുറിച്ച് പറഞ്ഞ വിശദീകരണം കേൾക്കണോ? ഈ പരിപാടിയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തെളിവെടുപ്പ് ഓൺലൈനായി നടത്തിയതെന്നാണ് കമ്മീഷൻ പറയുന്നത്. ചിരിക്കരുത്. എന്നാൽ ഓൺലൈൻ തെളിവെടുപ്പിൽ തങ്ങളെ കേൾക്കാനോ അഭിപ്രായം പറയാനോ വേണ്ടത്ര സമയം നൽകിയില്ല എന്നും ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ പരാതിപ്പെട്ടിരുന്നു. എന്നിട്ടും റെഗുലേറ്ററി കമ്മീഷൻ ഓൺലൈൻ തെളിവെടുപ്പുമായി മുന്നോട്ടു പോവുകയായിരുന്നു. കമ്മീഷന്റെ ഈ ഏകാധിപത്യ നടപടിക്കെതിരെ ഡൊമസ്റ്റിക് ഓൺ ഗ്രിഡ് സോളാർ പവർ പ്രൊസ്യൂമേഴ്സ് ഫോറം ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചിരുന്നു. ഇതിനെതിരെ കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷേ ഓൺലൈനായി മാത്രം പോരാ, നേരിട്ട് തന്നെ തെളിവെടുപ്പ് നടത്തണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു. ഇതോടെ ബാറ്ററി സ്ഥാപിക്കുന്നതടക്കം പുരപ്പുറ സോളാർ ഉത്പാദകർക്ക് ഹാനികരമായ വ്യവസ്ഥകൾ അടങ്ങിയ പുനരുപയോഗ ഊർജ്ജ ചട്ടം നടപ്പാക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് ഇനി നേരിട്ട് തെളിവെടുപ്പ് നടത്തേണ്ടി വരും. അല്ലായിരുന്നെങ്കിൽ ഈ മാസം മുതൽ ജനദ്രോഹപരമായ പുതിയ ചട്ടം നടപ്പാക്കാൻ ഇരിക്കുകയായിരുന്നു KSE. ഇനി നേരിട്ടുള്ള തെളിവെടുപ്പ് എന്ന് എവിടെ വെച്ച് എപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് 4 ഇടത്താണ് പൊതു തെളിവെടുപ്പിനായുള്ള തീയതിയും സ്ഥലവും സമയവും കുറിച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് പറയാം. 22-ാം തീയതി തിരുവനന്തപുരം PMG പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിലെ കോൺഫറൻസ് ഹാളിലും, 28-ാം തീയതി എറണാകുളം പത്തടിപ്പാലം PWD റെസ്റ്റ് ഹൌസിൽ വെച്ചും, 29-ാം തീയതി പാലക്കാട് ടോപ്പിൻ ടൗണിൽ വെച്ചും, 30-ാം തീയതി കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന് സമീപമുള്ള സിറ്റി ഹൌസിലും വെച്ചാണ് പൊതു തെളിവെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഡേറ്റുകൾ മറക്കരുത്. സമയം എല്ലായിടത്തും രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമാണ്. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ www.erckerala.org എന്ന ലിങ്ക് മുഖേന ഇന്നു മുതൽ രജിസ്റ്റർ ചെയ്യാം. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന തെളിവെടുപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 19-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഉള്ളിലും, മറ്റിടങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 24-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിലുമായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിരിക്കണം. ഓൺലൈനായി നടത്തിയ തെളിവെടുപ്പ് ഒരിക്കലും പര്യാപ്തമല്ലെന്ന് കോടതി തന്നെ നിരീക്ഷിച്ച് ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ 4 ഇടങ്ങളിലായി നേരിട്ട് നടത്തുന്ന തെളിവെടുപ്പിൽ പരമാവധി ആളുകൾ പങ്കെടുത്ത് തങ്ങളുടെ അഭിപ്രായങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുക.